വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് വലിയ നികുതി ചുമത്താനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം വാതിൽ തുറന്നത് ലോകത്ത് പുതിയൊരു വ്യാപാര യുദ്ധത്തിലേക്കാണ്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 10%, കനേഡിയൻ മെക്സിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവകൾ ചുമത്തി. അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുക എന്ന ട്രംപിന്റെ മുദ്രാവാക്യത്തിൽ നിന്നാണ് ഇറക്കുമതി ചുങ്കത്തിന്റെ പേരിലുള്ള വ്യാപാര യുദ്ധം പിറവിയെടുക്കുന്നത്. ഇപ്പോഴും മുൻനിര സാമ്പത്തിക, സാങ്കേതിക, സൈനിക ശക്തിയായ അമേരിക്ക മികച്ചതല്ലെന്ന് ട്രംപ് കരുതുന്നത് എന്തുകൊണ്ടാണ്? പല പാശ്ചാത്യ രാജ്യങ്ങളും തങ്ങളെ ശക്തിയുടെ ഇരകളായി കാണുമ്പോൾ ട്രംപ് സ്വയം ഒരു ഇരയുടെ വികാരം പ്രകടിപ്പിക്കുന്നു. സൈനിക ഇടപെടലുകൾ, സർക്കാരുകളെ അട്ടിമറിക്കൽ, ഭരണമാറ്റ നയങ്ങൾ, ഡോളറിന്റെ ആയുധവൽക്കരണം, നിയന്ത്രണം, വിദേശ നയത്തിന്റെ ഉപകരണമായി ഉപരോധങ്ങൾ ഉപയോഗിക്കുന്നത് തുടങ്ങിയ വലിയ പട്ടികയാണ് ശക്തിയുടെ യാഥാർത്ഥ്യം. ആർട്ടിക് മേഖലയിലെ റഷ്യയുടെ ആധിപത്യത്തെ ചെറുക്കുന്നതിന് ഗ്രീൻലാൻഡിനെ അവകാശപ്പെടുക, തുറമുഖങ്ങളുടെ മേലുള്ള ചൈനയുടെ നിയന്ത്രണത്തെ ചെറുക്കാൻ പനാമ കനാൽ കൈയടക്കുക, മെക്സിക്കൻ ഉൾക്കടലിലെ അമേരിക്കൻ ഉൾക്കടലായി പുനർനാമകരണം ചെയ്യുക, ന്റെ 51ാമത് സ്റ്റേറ്റാക്കാൻ ക്ഷണിച്ച് കനേഡിയൻ പരമാധികാരത്തെ നിരാകരിക്കുക തുടങ്ങിയവയെല്ലാം അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുക എന്ന അഭിലാഷത്തിൽ ഉൾപ്പെടുന്നു. അമേരിക്കയെ ഒന്നാമതാക്കുന്ന നടപടിയിലെ ഒരു പ്രധാന ഘടകം താരിഫുകളെ അധികാര നാണയമായി ഉപയോഗിക്കുക എന്നതാണ്. മറ്റ് രാജ്യങ്ങളാണ് ഏറ്റവും അന്യായമായി കൈകാര്യം ചെയ്യുന്നതെന്ന് ട്രംപ് വിശ്വസിക്കുന്നു. ഇതിൽ സുഹൃത്തുക്കളും ശത്രുക്കളും ഉൾപ്പെടുന്നു. വ്യാപാര കമ്പനി വളരെ വലുതായ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ഇറക്കുമതിക്ക് 25% തീരുവ ചുമത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ട്രംപ് ഇതുവരെ ലേക്കുള്ള യൂറോപ്യൻ യൂണിയൻ കയറ്റുമതിയിൽ തീരുവ ചുമത്തിയിട്ടില്ല. എന്നാൽ തന്റെ സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ പ്രസംഗത്തിൽ നെതിരെ അന്യായമായി താരിഫ് ഉപയോഗിച്ച രാജ്യങ്ങളായി യൂറോപ്യൻ യൂണിയൻ, ചൈന, ബ്രസീൽ, ഇന്ത്യ, മെക്സിക്കോ, കാനഡ എന്നിവ പരാമർശിച്ചു. ഇപ്പോൾ അവർക്കെതിരെ താരിഫ് പ്രയോഗിക്കേണ്ടത് അമേരിക്കയുടെ ഊഴമാണെന്ന് പറഞ്ഞു. ചൈനീസ് കയറ്റുമതിയിൽ ഇതിനകം തന്നെ 10% തീരുവ ഏർപ്പെടുത്തിയിരുന്നു. അടുത്തിടെ 10% അധിക തീരുവയും പ്രഖ്യാപിച്ചു. ഗോതമ്പ്, ചോളം, പരുത്തി, ചിക്കൻ എന്നിവയ്ക്ക് 15%വും നിന്നുള്ള സോയാബീൻ, പന്നിയിറച്ചി, ബീഫ്, പഴങ്ങൾ, പച്ചക്കറികൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് 10%വും തീരുവ ചുമത്തി ചൈന തിരിച്ചടിച്ചു. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ ഇറക്കുമതി ചുങ്കം കുറയ്ക്കാനുള്ള ട്രംപിന്റെ സമ്മർദ്ദം ഏതാണ്ട് ഫലം കണ്ട മട്ടാണ്. തീരുവ കുറയ്ക്കാമെന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി സമ്മതിച്ചുവെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. തീരുമാനമായില്ലെങ്കിലും തീരുവ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുവരികയാണെന്നാണ് വാണിജ്യ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത്. രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്നുള്ള സാധനങ്ങൾക്ക് ചുമത്തുന്ന അതേ തീരുവയാണ് ഇറക്കുമതിക്ക് ചുമത്തുകയെന്നാണ് ട്രംപ് പറയുന്നത്. ഇതോടെ വ്യാപാരം നടത്തുന്ന എല്ലാ രാജ്യങ്ങളെയും താരിഫ് വർധന ബാധിക്കും. ആരും ജയിക്കാത്തതാണ് താരിഫ് യുദ്ധം. ഇത് ആർക്കും നല്ലതല്ലാത്ത ഒരു വിലവർധനവിന്റെ ചക്രത്തിന് കാരണമാവുകയും ചെയ്യും. അതിൽ ആദ്യം വരുന്നത് ഉപഭോക്തൃ വിലയിലെ വർധനയാണ്. വ്യാപാര യുദ്ധത്തോടെ ഉപഭോക്തൃ ആത്മവിശ്വാസവും കുറയുന്നതായാണ് റിപ്പോർട്ടുകൾ. വ്യാപാര യുദ്ധം മാന്ദ്യത്തിന്റെ സാധ്യതയെ 15% നിന്ന് 20%ആയി ഉയർത്തി. താരിഫുകൾ ചുമത്തുന്നതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ വ്യക്തമാണ്. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും 25% താരിഫ് ഏർപ്പെടുത്തുന്നത് ദീർഘകാല GDPയിൽ 0.2% കുറവുണ്ടാക്കുമെന്നാണ് വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള തിങ്ക് ടാങ്കായ ടാക്സ് ഫൗണ്ടേഷൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ താരിഫ് ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് പൂർണ്ണമായും അനുസൃതമാണ്. ഇന്ത്യക്കും നും വ്യാപാര തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇവ WTOയുടെ തർക്കപരിഹാര സംവിധാനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. വികസിത രാജ്യങ്ങൾ വികസ്വര രാജ്യങ്ങളോട് പ്രത്യേകവും വ്യത്യസ്തവുമായ പരിഗണന നൽകാൻ ലോക വ്യാപാര സംഘടനാ നിയമങ്ങൾ അനുവദിക്കുന്നു. ഇത് അവരുടെ വികസന നിലവാരത്തെ അടിസ്ഥാനമാക്കി ആഗോള വ്യാപാര നിയമങ്ങളുമായി പൊരുത്തപ്പെടാൻ അവർക്ക് കൂടുതൽ വഴക്കം നൽകുന്നു. ട്രംപിന്റെ താരിഫ് ആക്രമണം ഇന്ത്യയുടെ വ്യാപാര ആവശ്യങ്ങളെയും താൽപ്പര്യങ്ങളെയും ബാധിക്കുന്നുണ്ട്. ഇറക്കുമതി കുതിച്ചുചാട്ടങ്ങളിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിനുള്ള സ്പെഷ്യൽ സേഫ് ഗാർഡ് മെക്കാനിസത്തെ ഇന്ത്യ പിന്തുണച്ചത് പ്രധാനമാണ്. വ്യാപാരത്തിന്റെ കാര്യത്തിലും നും ഇന്ത്യക്കും ഇടയിൽ ട്രംപ് തുല്യ പരിഗണന തേടുന്നുവെന്നതും പ്രത്യേകവും വ്യത്യസ്തവുമായ പരിഗണന എന്ന ആശയം നിരാകരിക്കുന്നുവെന്നതും ഇന്ത്യക്ക് തിരിച്ചടിയാണ്.
$30.4 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയും $88,000 പ്രതിശീർഷ വരുമാനവുമുള്ള അമേരിക്കയുമായി ഇന്ത്യയുടെ ഏകദേശം $4 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയും ഏകദേശം $2,700 പ്രതിശീർഷ വരുമാനത്തെയും താരതമ്യപ്പെടുത്താൻ കഴിയില്ല. ഈ അസമത്വം അമേരിക്കയുടെ സാങ്കേതിക ശക്തി, അതിൻ്റെ കൈവശമുള്ള മൂലധനം, അതിൻ്റെ ബഹുരാഷ്ട്ര കമ്പനികളുടെ ശക്തി, ആഗോള കരുതൽ കറൻസിയായ അമേരിക്കൻ ഡോളറിൻ്റെ നില, അതിനെ ആയുധമാക്കിയുള്ള യുഎസിൻ്റെ ശേഷി തുടങ്ങിയവ കണക്കിലെടുക്കേണ്ടത് പ്രധാനമാണ്. എന്നാലും മുന്നോട്ടുള്ള ഒരു പ്രായോഗിക മാർഗം കണ്ടെത്തുക എന്നതാണ് ഇന്ത്യക്ക് മുന്നിലുള്ള വഴി. ചരക്കുകളിലും സേവനങ്ങളിലും ഇന്ത്യയുടെ ഏറ്റവും വലിയ സാമ്പത്തിക പങ്കാളിയായും ഏറ്റവും വലിയ നിക്ഷേപകനായും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ ഉറവിടമായും പ്രധാന പ്രതിരോധ പങ്കാളിയായും അമേരിക്ക ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു. ഈ പുതിയ സാഹചര്യത്തിൽ ഇന്ത്യ-US ബന്ധം കൈകാര്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. അമേരിക്ക ആദ്യമെന്ന ആശയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഇന്ത്യ കൂടുതൽ ജാഗ്രത പാലിക്കണം.